സാർജ് അണ്ണാ നിങ്ങൾ വന്ന. ഓ സാർജ് എടാ അണ്ണൻ ആരെന്നറിയാവോ നിങ്ങക്ക്? എടാ അണ്ണാ സാർജ് അണ്ണാ. എടാ അണ്ണന് ചാപ്റ്റർ 1 ബോസാണ്, മനസ്സിലായ? ആളുകളെ അപമാനിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ആ കുണ്ണത്തരം തന്തയുടെ അടുത്താണ് ആദ്യം തുടങ്ങണം. തന്തേനെ തന്തയില്ലാത്തവന്ന് വിളിക്കുന്ന ആളാണ് അണ്ണൻ, മനസ്സിലായില്ലേ? നീ അങ്ങനത്തെ ആളാണ് അണ്ണൻ. അണ്ണൻ എന്റെ അടുത്ത് വന്ന് കുണ്ണത്തരം കാണിച്ചേണ്. ഉണ്ടച്ചിയും ഒരു ചുറ്റിയും കൊണ്ട് ഒട്ടിച്ച് അവന്റെ പൊട്ടിച്ച് വിട്ട് ഞാൻ. എടാ എന്നിട്ട് തോറ്റിട്ട് എന്ത് പറഞ്ഞെന്നാ? നിനക്ക് ഞാൻ വിട്ട് തന്നു, നീ പോടാർക്ക നിന്റെ അണ്ടി നിന്നെ അന്ന്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എടാ ദൈവമേ, എടാ സോറി അങ്ങനെയല്ല, ദൈവമേ അവനെ എനിക്ക് കിട്ടണേ, അടിക്കാൻ എനിക്ക് കിട്ടണേ, എനിക്ക് അടിക്കാൻ കിട്ടണേ, അവനെ തെറിപ്പിക്കും, അവനെ ഞൊടിച്ച് വിടും. എടാ പോടാ, നിനക്ക് എന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കണോടാ? നിനക്ക് എന്റെ സഹായം വല്ലോ വേണം, നിന്നെ സഹായിക്കൂലോ. നിനക്ക് ഭയങ്കരമായിട്ടാളോ നിന്റെ ചുറ്റിയ എവിടെയാ? നീ ഇങ്ങനെ നല്ലല്ലോ നിക്കണം, നീ ഇങ്ങനെ നല്ലല്ലോ നിക്കണം. നിന്റെ ചുറ്റിയെ കൊണ്ടുപോടാ, നിന്റെ ചുറ്റിയൊക്കെ പോയാ, നിന്റെ ഹാർമർ എവിടെ? നീ എവിടെ? ഓടാ ഓടാ. യു കാൾ ഹർ സീസ് എ വിച്ച്. അതിന് നിനക്കെന്ത്? നിന്നെ ഞാൻ വല്ല വിളിച്ചാണോ? നിന്നെ ഞാൻ വല്ല ആവശ്യത്തിന് വിളിച്ചു? കാരണം ഇവനൊന്ന് പറഞ്ഞു വിട്ടാണ്, ഇവരത് സംസാരിക്കാൻ താല്പര്യമില്ല. എടാ നിനക്ക് എന്തുവാണ്? ഞാൻ ഒരുത്തിനു വേണ്ടി സംസാരിക്കില്ല. നീ എന്തിനാണ് ഇടയ്ക്കാറ്? നീ എന്തിനാണ് വിളിക്കുന്ന ആൾക്കാർ? നീ ആറാർക്ക ഇത് പോടാർക്ക. ഹൗ ഡെയർ യു ടു ഡീപ് ഇവൻ പറയണ ക്യൂൻ വിച്ചല്ല. നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യണടാ, ഞാൻ ഗ്രൂപ്പ് കാൾ ചെയ്യണം, ഞാൻ ഇവിടെ ലൈവ് ചെയ്യൂല. നിങ്ങൾ എന്തിനാണ് അതിന്റെ ദിബായ് സാർജ്? എടാ പൊന്നി, നീ ഒന്ന് പോടാർക്ക. യുവർ ടൈംസ് ആർ ലോങ് ഗോൺ ജനറൽ. യെസ് ഐ ഡു നോ യു ആൻഡ് ദിസ് ഗൈ. എടാ പുണ്ണെ, എടാ അവൻ പറഞ്ഞു കേട്ടാ, ഐ നോ നീ അവൻ എന്നെ മറന്നിട്ടില്ല. അന്ന് ഞാൻ തട്ടി വിട്ടത് അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? അവൻ അന്ന് കിട്ടിയ ഇത്, അന്ന് അവന്റെ കുണ്ണയ്ക്ക് ഞാൻ തട്ടി വിട്ട്. അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽപ്പുണ്ട്. അവൻ ആ പേടി ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ അവൻ മറന്നില്ല എന്നെ. എത്ര ചാപ്റ്റർ കഴിഞ്ഞ് വന്നതാണെന്ന് ഞാൻ വരെ ഒരു ഇത് പെട്ടെന്ന് ഇതായാണ്. ഇവനെന്നെ മറക്കാൻ പറ്റൂല. അവന്റെ അഹങ്കാരം കുറച്ച ആളാണ് ഞാൻ. ഫോക്സ് സാർജിന്റെ പറി പൊട്ടിച്ചിങ്ങെടുത്ത്, മനസ്സിലായില്ലേ? ആൻഡ് ദിസ് ഗൈ, അവൻ പറഞ്ഞ കേട്ടാ, യെസ് ഐ ഡു നോ യു, മാർക്കസിനെ അറിയാം. ആൻഡ് ദിസ് ഗൈ എന്നെയാണ് ആ പറഞ്ഞത്. അത് പറ്റിയില്ല, പച്ച മഞ്ഞ ഇതിട്ട് ആക്കുകയും ചെയ്തു, കളർ ചെയ്യുന്നുണ്ട്. വിത്ത് യു ആസ് വെൽ. എടാ നീ എന്നെ മറന്നില്ലല്ല കുണ്ണെ. നിനക്ക് നിന്റെ എടാ അവന്റെ സംസാരത്തിൽ ഇപ്പോഴും ആ ഒരു ഇത് കണ്ട. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും അവൻ കുണ്ണ തന്നെയാണ്, സീരിയസ്ലി. ലോങ് ടൈം നോ സീ ഫൈറ്റർ. Yes, Charles. Yes. Long time. I beated your meat and I broke your meat. I beat you. You dick. I hear you fight me. Dick. Fight with me, big. Sorry. No, I am big dick. You just a small hungry, arrogant dick. Fight with me, arrogant dick. Fight with me. I am the real fighter. Shadow. Fight with me, you arrogant dick. Fight with me. എടാ പാട്ടി, നിന്റെ ഓഫർ നിന്റെ അച്ഛനും കൊണ്ടുവിടും. പോയ അണ്ണേ. എടാ ഇവനെ കിട്ടാൻ അടിക്കാൻ കിട്ടണേ അവനെ. എടാ ഇവൻ, ആർ യു എ പ്രിസൺ ഗാർഡ്? ഹൗ ഡു യു ഹാപ്പൻ ടു നോ മൈ ഫ്രണ്ട്? ഓ ഈ പുണ്ടച്ചിമോന്റെ ഈ സെർവഡ് അണ്ടർ മൈ കമാൻഡ് വെൻ ഐ നോ ഐ വാസ് എ ഷാഡോ സ്ക്വാഡ് സർജൻ. ഇറ്റ് ആൾ വെൻ സൈഡ് വേ ബാക്ക് ദെൻ ആൻഡ് ഐ വാസ് ബസ്റ്റഡ്. നിന്നെ ആരെങ്കിലും പിടിച്ച് ബസ്റ്റ്, നിന്നെ ആരെങ്കിലും പിടിച്ച് പണ്ണും, നിന്നെ എണ്ണ ഇട്ട് പണിക്കാണും. നിന്റെ കാത്തോടെയാണ് നിന്റെ ഉടുപ്പ് മാറിയും. ഉടുപ്പ് ഇതൊന്നും അല്ല, ഇവിടെ ഒരു ചുറ്റിയുണ്ട്. നീ തോറൊന്നും അല്ല, മനസ്സിലായില്ലേ? നീ തോറല്ല, അത് നീ മനസ്സിലായി. തോറുന്ന രീതിയിലൊക്കെയാണ് നിന്റെ അടുത്ത് വന്നത്. രണ്ട് ചുറ്റി, ഒരു ചുറ്റി ഒരിടത്ത്, ഒരു ചുറ്റി ഒരിടത്ത്. തോറ് വിട്ട വാണം പോലും നിന്നെക്കാരും നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. പറയാൻ പറഞ്ഞു. ക്രിസ് ഹെംസ്വർത്ത് നിന്നെ കണ്ടാ കാക്കിച്ച് തുപ്പും കൊണ്ടവനെ പോടാ ഉണ്ണേ. ഐ കെയിം ഹിയർ ടു സെറ്റ്. എടാ അന്ന് ഞാൻ ബിഗിനിയർ ആയിരുന്നു. അത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടാണ് ഇവനെ അടിച്ചത്. അത് ഞാൻ മെനക്കെട്ട് കിടന്ന് അടിച്ചാണ് അവനെ, മനസ്സിലായി? അന്ന് എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. ഗെയിം ബോൾ പുതുതല്ലേ. ഷാഡോ വിറ്റ് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. ഷാഡോ വിറ്റ് 2 എന്ന 2 ഫൈറ്റ് ആണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചേ ഉള്ളൂ. അപ്പോഴാണ് അവൻ വന്നിട്ട് എന്റെ അടുത്ത് ഒറ്റ അടുത്ത് നിന്നെ നീ കാണണ്ട, പോടാ എടുക്കാൻ നിന്റെ. ഐ കെയിം ഹിയർ ടു സെറ്റ് യു ഫ്രീ. ഐ നീഡ് യുവർ അസിസ്റ്റൻസ്. എടാ നിന്നെ ഞാൻ സഹായിക്കൂന്ന് വെച്ചാൽ സഹായിക്കൂല. നീ അതിന്റെ അടുത്ത് കെഞ്ച്, അണ്ടാ എന്നെ സഹായിക്കണം, നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞ് തെറ്റായി. നീ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് നീ പോടാ ഉണ്ണേ. The rebels got out of their cells in next halfway. Help me to stop them in the World Legion name. ദൈവമേ അവനെ പോടാ. ഇവനെ എനിക്ക് അടിക്കാൻ കിട്ടണം. ഇവനെ
ഇവനെ എനിക്ക് ഈ ഫൈറ്റിന് കിട്ടി. എടാ എനിക്ക് ഇവൻ അടിക്കണോ? ഇവനായിരിക്കണേ സാർജ് ആയിരിക്കണേ. സാർജ് ആയിരിക്കണേ അണ്ണാ, സാർജ് ആയിരിക്കണേ. എടാ ഏതാ ഉണ്ടച്ചിമോ വേറെ. സാർജിന്റെ ശിഷ്യനാണ്. അല്ല മറ്റേ വേറെ പറഞ്ഞോണ്ട്. എടാ സാർജിനുള്ളി അവന് ധൈര്യം എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. മൊത്തം അവൻ എന്റെ കയ്യിൽ കിട്ടി. അവനെ ഞാൻ പിടിച്ചു ഉടക്കി. അവന്റെ ചുറ്റി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവന്റെ മൊറ്റടുത്ത അവന്റെ കണ്ടൂടെ എനിക്ക് പന്നി. ഇവനെ പെട്ടെന്ന് തീർക്കാം. കാരണം നിന്നെ മറ്റടുത്ത് പറിയെടുത്ത നീ എന്നെ അടിക്കൂടാ. നീ എന്നെ അടിക്കുക. റെഡ് ഫോക്സിന് നീ അടിക്കുക. നിന്റെ വലിയ തന്തേനെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വലിയ തന്തയൊക്കെ ചാർജായിരുന്നു. പക്ഷെ 2 ചുറ്റിയും കൊണ്ട് അണ്ണ വന്നിട്ടുണ്ടായിരുന്നു. തോറിന് കണക്കാണ് അണ്ണ വന്നത് ആ സമയത്തൊക്കെ. ആ സമയത്ത് ഭയങ്കര പവറായിരുന്നു. അവനെ ഞാൻ അടിച്ചിട്ടാണ്. അപ്പോഴാണ് എനിക്ക് പ്രസന്റ് അകത്ത് കിടക്കണമാണ്. നിന്നെ എന്ത് പാടാ നിന്നെ ഓടാർക്ക എന്റെ ഓടാർക്ക. അവിടെ ആ സ്യൂട്ട് കാണാൻ കൊള്ളാം. അതിലൊരു അഴകുണ്ട്. ആ സ്യൂട്ട് എത്ര പവർ ഉണ്ടായിരുന്നു? 400. മാർക്ക് സോ യു സോ ദിസ് റൈറ്റ് കമ്മിങ്, ഡിഡ് യു റിപ്പോർട്ട് ഇറ്റ്? ഇപ്പൊ നമ്മളെയൊക്കെ സഹായം വേണം. അന്ന് ബിഗിനിയർ ആയിരുന്നപ്പോ നമ്മളെ പുച്ഛിച്ചോനാണവൻ. നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല. നമ്മുടെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു, ജിസ്മോയ ഏതോ ഒരുത്തെ. അവൻ ആദ്യം പൊട്ടിച്ച്, അതിനുശേഷം അവൻ വന്നേ. അവന്റെ ഉടച്ച്. ഇതൊക്കെ കഴിഞ്ഞ് ചാപ്റ്റർ 2 ഇറ്റു. അവൻ വന്നിട്ട് ഇങ്ങനെയാണ്, നിന്നെ കൊണ്ടൊന്നും ഒരു കുണ്ണയാൻ പറ്റില്ല. അവൻ ഇങ്ങനെയാണ്. ഞാൻ ജൂണിന്റെ സ്ഥായിക്ക് ഒരു ഫൈറ്റിന് പോയിരുന്നേ. ആ ടൈമിൽ അവൻ പറഞ്ഞാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റൂല, നീ വല്ല ഊമ്പാനാനും പോകുന്ന അവൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവനെ കാട്ടിയിട്ട് വണ്ടി തീർത്ത് കളഞ്ഞു. അവനെ തീർത്ത് എന്ന് വെച്ചാൽ അവൻ നാട്ട അവിടെ ഫൈറ്റ് എടുത്ത് അവനെ പിടിച്ച് ഉടച്ചു കളഞ്ഞു. അതിനുശേഷം ഇപ്പൊ നോക്കിയാലും അണ്ണ അങ്ങനെ ചെയ്യല അണ്ണ, അവൻ അങ്ങോട്ട് പോണ അണ്ണ, അവൻ അങ്ങനത്തെ ഒരുത്തനാണ്. ഫൈറ്റ് ചെയ്യണതിന് മുന്നേ അവൻ ഇങ്ങനെ നിന്നെ പൊടയ്ക്കും. അത് കഴിഞ്ഞപ്പോ അവനും ഭവ്യത. എടാ പോടാ അതൊക്കെ. ഇറ്റു എല്ല് മനസ്സിലായി? ഇറ്റു എല്ല് അവൻ അറകന്റെ എല്ല്. സാർജ് അറകന്റെ എല്ല്. ഇറ്റു വേറും എല്ല്. ഗിസ്മോനെ അവനെ കണ്ടിട്ടില്ല. അവനൊക്കെ അവനെ മറ്റേ തുടച്ചു നീക്കൂല നമ്മള്, തെറിച്ചു വിടണേ. അതേപോലെ അവൻ നീക്കി കാണും. അവൻ എങ്ങോട്ടെങ്കിലും പോയി കാണും. It wasn't a big secret to some men who weren't bribed by dynasty. എടാ നിന്റെയൊക്കെ the dynasty right led a വടവിൽ എക്സെൻഡർ ഒക്കെ നമ്മളെ ഉണ്ട്. ഒരു ഇവണ്ട് എക്സെൻഡർ ഉണ്ട്. എന്ത് വേണം? സെൻഡ് ചെയ്യണമല്ലോ. കമാൻഡ് എക്സെൻഡർ, രണ്ടുപേരും എക്സെൻഡർ എന്തൊരു സെൻഡ് ചെയ്യണമായിരുന്നു പറഞ്ഞു. മാർക്കസ് എക്സെൻഡറിൽ മറ്റേ തുണ്ട് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവനെ മറ്റേ ചുറ്റിയെ പിടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് സാർജിനൊരു സാധനം വേണം, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറഞ്ഞു, മനസ്സിലായില്ലേ? എന്റെ കുണ്ണ ഞാൻ വെട്ടിയെടുത്തപ്പോ അവിടെ എനിക്ക് ചുറ്റിയാണ് വെച്ചേക്കണം, മനസ്സിലായി? ചുറ്റി ഇങ്ങനെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർജ്, മനസ്സിലായില്ലേ? മാർക്കസ് എന്താണോ ചോദിച്ചോണ്ടിരിക്കുന്നത്. എക്സെൻഡർ സെൻഡ് ചെയ്യണമായിരുന്നു രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ ഇതിന്റെ ഇടയിൽ എന്നെ വിളിക്കുന്നതിനാണ്. ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ചാറ്റ് കിടക്കണം പട്ടികളെ. എന്നെ എന്തിനാണ് വിളിക്കണം? എടാ നീ എന്നെന്തിനാണ് വിളിക്കണം? കുറെ എന്നെ ഗ്രൂപ്പ് ചാറ്റ് വിളിച്ചിട്ട് നമ്മൾ അമ്മ സംസാരിക്കേണ്ടി എന്നെ വിളിക്കും. എന്തിനാണ് ഇവനൊക്കെ? എടാ ഇവനെ ആദ്യം പറഞ്ഞു വിട്ടാണ്. ഇവനെ ഇടിക്കും കേട്ടല്ലേ. എടാ ഇവൻ സാർജെ പോടർക്കാം. എടാ നിന്നെ പടർക്കെ നിന്റെ ഒരു സഹായം നിന്നെ വിളിച്ച് വന്നേക്കണം. നിങ്ങളെന്ന് പറഞ്ഞിട്ട് പടർക്കെ സാർജ്. ആൻഡ് ഐ ബിലീവ് ദ ലീജിയൻ ക്യാൻ ബി സേവ്ഡ്. പടർക്കെ എനിക്ക് തോറ്റ മതിയല്ല. നിന്നെ ചുറ്റിയെടുത്ത് അടിയടാ. പടർക്കെ.